ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. ഒത്തിരി നാളായിട്ട് നമ്മൾ പേഴ്സൺസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക് എടുത്തിട്ട് ഒത്തിരി നാളായി. അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ എന്നുള്ളതാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും ഫേസ്ബുക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ് ആൻഡ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, ഇവിടെ നമുക്ക് 4 ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ദെൻ 10 ഓഫ് വാൻഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 ഓഫ് വാൻഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. 6 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. 6 ഓഫ് വാൻഡ്സ്. 5 ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. ദെൻ ക്യൂൻ ഓഫ് സോർഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സ്. ദെൻ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 9 ഓഫ് കപ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. 9 ഓഫ് കപ്സ്. ഏസ് ഓഫ് സോർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഏസ് ഓഫ് സോർഡ്സ്. 3 ഓഫ് കപ്സ് ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ഈസ് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് ഒന്ന് നോക്കാം. മാസ്റ്റർ കാർഡ് 3 ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റിലത്തെ കാർഡ് 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതുപോലെ 10 ഓഫ് വാൻഡ്സും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 2 കാർഡുകൾ പറയുന്നത് അവർ മാനസികമായിട്ട് വളരെ ക്ഷീണിതയൊക്കെ ആയിട്ടുള്ള ഒരവസ്ഥയാണ് എന്നുള്ളതാണ്. കുറച്ചു കാലമായിട്ട് അവർ വലിയ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ വഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഒരു വ്യക്തി ഒരേ സമയത്ത് തന്നെ ഒരു ജോലിയുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങളും ഫാമിലിയെ നോക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, റിലേഷൻഷിപ്പ്, ഇവയെല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് തന്നെ തോന്നും, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സമയം, ഒരു സ്പേസ് അവിടെ വേണം എന്ന് തോന്നും. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് വേണം എന്ന രീതിയിലും അവർക്ക് തോന്നുന്ന പോലെ എനർജീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അവർ ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അവരുടെ ചിന്തകൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓഫ് വാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് അവരുടെ ഫ്യൂച്ചർ പറയുന്ന കാർഡുകൾ. 7 ഓഫ് പെൻറ്റക്കിൾസും 2 ഓഫ് വാൻഡ്സും. അവർ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അവരെടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നോ, ഇനി എന്ത് ചെയ്യണം, ഇനി ഫ്യൂച്ചറിൽ ജീവിതത്തിൽ ആരെയാണ് നിലനിർത്തേണ്ടത്, ആരെയാണ് കൂടെ നിർത്തേണ്ടത് തുടങ്ങിയ ചിന്തകൾ വളരെയധികം ശക്തമായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഉടൻ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാനും പറ്റുന്നില്ല. ഇവരിങ്ങനെ ചിന്തിച്ചതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു ആക്ഷൻ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുറച്ച് സമയം എടുക്കും എന്നാണ് കാണുന്നത്. മറിച്ച് ഒരു വിലയിരുത്തലിന്റെ സമയമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കുറച്ച് കാലം, കുറച്ച് സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ കിടക്കട്ടെ. അപ്പോൾ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ, അതെന്നും എനിക്ക് തിരികെ പിടിക്കാവുന്ന ഒരു കാര്യമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ഞാൻ ഓക്കെ ആക്കിയിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു റിലേഷൻഷിപ്പും നല്ല രീതിയിൽ എന്നിലേക്ക് തിരികെ വന്നുകൊള്ളും എന്ന രീതിയിൽ ചിന്തിക്കുന്ന പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം കൂടുതൽ ആളുകളും, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു കോണ്ടാക്ട് ഉള്ള രീതിയിൽ പോകുന്ന വ്യക്തികളായിരിക്കില്ല, ഓൺ ആൻഡ് ഓഫ് ഒക്കെ രീതിയിൽ പോകുന്ന വ്യക്തികളായിരിക്കും.
പിന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വരുന്ന ഫീലിങ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ 3 ഓഫ് കപ്സ് ഉണ്ട്, 9 ഓഫ് കപ്സ് ഉണ്ട്. ഇതെല്ലാം കപ്സിന്റെ കാർഡുകളാണ്. ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫീലിങ്സുകൾ ഇപ്പോഴും പൂർണ്ണമായും നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുകൾ അവരുടെ മനസ്സിൽ ലൈവായിട്ട് തന്നെ നിൽക്കുന്നു. പൂർണ്ണമായും അത് മരവിച്ചു പോയില്ല അല്ലെങ്കിൽ മരിച്ചു പോയില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളെക്കുറിച്ച് നല്ല നല്ല ഓർമ്മകൾ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകാം. അപ്പൊ നിങ്ങളോട് സംസാരിക്കണമെന്നോ നിങ്ങളെ സമീപിക്കണമെന്നോ നിങ്ങളെ കാണണമെന്നോ ഒക്കെ ചിലപ്പോൾ അവർക്ക് തോന്നാം. ആ ഒരു രീതിയിലുള്ള എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ അവർ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവർ ഈ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ ആ സമ്മർദ്ദത്തിൽ പെട്ട് തിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരൊരു വിഷമത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുമായിട്ട് സന്തോഷത്തിലുണ്ടായിരുന്ന ആ ഒരു സമയങ്ങളാണ് ഓർക്കുമ്പോൾ അവർക്ക് അതൊരു റിലീഫ് കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ പഴയ സന്തോഷ നിമിഷങ്ങളെയും വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിന്റെ ആ ഒരു റീസ്റ്റാർട്ട് സാധ്യതകളെയും കുറിച്ചൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഇനി നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടൊരു സെപ്പറേഷനിൽ പോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളോടൊരു വൈരാഗ്യമോ ഒരു പ്രതികാരം ചെയ്യണമെന്നുള്ളോ ആ രീതിയിലുള്ള ഒരു മോശമായിട്ടുള്ള ബാഡായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ പോലും ഈ ഒരു വ്യക്തിക്കില്ല എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സന്തോഷകരമായ കാര്യങ്ങൾ മാത്രമാണ് അവർ ഓർത്തെടുക്കുന്നത്. അല്ലാതെ നിങ്ങളുമായിട്ട് വിഷമത്തിൽ പോയ ആ ഒരു സമയങ്ങളൊന്നും അല്ലെങ്കിൽ വിഷമിച്ച രണ്ടുപേരും ഹേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സമയങ്ങളൊന്നും ഇവര് ചിന്തിക്കുന്നു പോലുമില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പഴയ പാസ്റ്റില് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അത്രയധികം സന്തോഷത്തോടെ നിങ്ങൾ കടന്നുപോയ സമയങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. പിന്നെ ഇപ്പോഴാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലത് വരണം അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണം എന്ന് ഒരിക്കലും, അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടണം എന്ന് ഒരിക്കലും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല. എപ്പോഴും നിങ്ങളൊരു സന്തോഷമായിട്ടിരിക്കണം, നല്ല സന്തോഷമായിട്ടിരിക്കണം എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഒരു പഴയ പാസ്റ്റിലെ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് തിരികെ പോകണം, ഈ റിലേഷൻഷിപ്പ് പോകണം എന്നും അവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. പിന്നെ അവരെന്തുകൊണ്ടാണ് മുന്നോട്ട് വരാത്തത് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യൂൻ ഓഫ് സോൾസ് ഉണ്ട്, അതുപോലെ ഏസ് ഓഫ് സോൾസ് ഉണ്ട്. ഇവിടെ ഫീലിങ്സുകളെക്കാള് ഈ ഒരു ബുദ്ധിക്കും അതെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾക്കും യുക്തിക്കും ഒക്കെ അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അവരിപ്പോൾ ചിന്തിക്കുന്നത് ഈ ഒരു സാഹചര്യം ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിന്റെ ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം നമുക്കിടയിൽ വന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നത്, എന്തിനെ കുറിച്ചൊക്കെ ഇവർ ചിന്തിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഫീലിങ്സുകളുടെ അടിസ്ഥാനത്തിലാണോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഞാനൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അവർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്, എനിക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്, അല്ലാതെ എൻ്റെ ഒരു കുറച്ച് സമയത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫീലിങ്സുകൾക്ക് വേണ്ടിയിട്ടോ മാത്രം ഞാനൊരു ഡിസിഷൻ എടുക്കരുത് എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു ബന്ധം പ്രായോഗികമായിട്ടും ശരിയാണോ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും മിസ് ചെയ്യുന്നു എന്ന പോലെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിലും ഈ ഒരു ഫീലിങ്സ് മാത്രം മതിയോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു ഫീലിങ്സ് കൊണ്ട് ഞാനിപ്പോൾ ഓടിച്ചെന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകുമോ, ഇതൊരു പ്രായോഗികമായിട്ടുള്ള ഒരു ഫീലിങ്സിന്റെ പുറത്ത് മാത്രം വരുന്ന ഒരു ആക്ഷൻ ആണോ എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അവരുടെ ജീവിതത്തിലെ ആ ഒരു സംഘർഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 5 ഓഫ് വാൻസ് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ചുറ്റുപാടുകളിലെ സിറ്റുവേഷനിൽ വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇവർക്കൊരു അഭിപ്രായം, ഇവരുടെ ചുറ്റുപാട് നിൽക്കുന്ന മറ്റാളുകൾക്ക് വേറൊരു അഭിപ്രായം, ആ ഒരു രീതിയിലാണ്. പിന്നെ ഒത്തിരി കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട് അവരുടെ ചുറ്റും, സമ്മർദ്ദങ്ങളുണ്ട്, മാനസികമായ സംഘർഷങ്ങൾ കാണുന്നുണ്ട്. ഇത് നിർബന്ധമായിട്ടും ഒരു ശരിക്കും പറഞ്ഞ റിലേഷൻഷിപ്പിന്റെ മത്സരം എന്ന് ആകണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നിങ്ങളും അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും ചേസ് ചെയ്യുന്നു അതുപോലെ ഒരു മത്സരവും ആകണമെന്നില്ല. ചിലപ്പോൾ ജോലിയിലുള്ള സമ്മർദ്ദത്തിലുള്ള രീതിയിലുള്ള മത്സരങ്ങളായിരിക്കാം, കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, സ്വന്തം മനസ്സിലെ ഒരു ആശയക്കുഴപ്പങ്ങളായിരിക്കാം, ഇതിൽ ഏതെങ്കിലും ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അവര് ഇപ്പോ ഈ ഒരു സമയത്ത് എന്താണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 8 ഓഫ് പെന്റക്കിൾസ് ഉണ്ട്, അതുപോലെ 6 ഓഫ് വാൻഡ്സ് ഉണ്ട്. അവര് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവര് ഇതാണ് ഇപ്പോൾ അവർ ചെയ്യാനായിട്ട് തീരുമാനം. അപ്പൊ ഇത്രയധികം പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തും അവരൊരിക്കലും പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഓരോ ചുവടും ശ്രദ്ധാപൂർവ്വം ഇനി മുന്നോട്ടേക്ക് വെക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഇത്രയും നാള് എൻ്റെ ലൈഫിൽ ഞാൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല, ഇനി അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്, തട്ടുകേടുകൾ വന്നിട്ടുണ്ട്. ഇനി റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും എൻ്റെ ഫ്യൂച്ചറിന്റെ കാര്യമായാലും ലൈഫിന്റെ കാര്യം
ഞാൻ തന്നെ തീരുമാനിക്കും, മറ്റാരുടെയും ഒരു ഡിസിഷൻ ഞാൻ ഇതിലെടുക്കില്ല. അങ്ങനെ ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ഞാനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അത്രയധികം ശ്രദ്ധാപൂർവ്വം മാത്രം മുന്നോട്ട് വെക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അപ്പോൾ ഇനി ആ മുന്നും വന്നു പോയിട്ടുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലൈഫിൽ ഒരു സ്ഥിരത നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്ഥിരത എന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു ഭദ്രതയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു സ്റ്റെബിലിറ്റി വേണം, അല്ലെങ്കിൽ ഇത് കിട്ടും അത് കിട്ടില്ല, ആ പോയി വന്നു എന്നുള്ള രീതിയിൽ നിൽക്കാതെ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ട് എല്ലാ കാര്യത്തിലും ആ ഒരു ലക്ഷ്യത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 6 ഓഫ് വാൻഡ്സ് ഉണ്ട്. ആ 6 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ അവസാനം വിജയിക്കണം അല്ലെങ്കിൽ സക്സസ് ആകണം എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അംഗീകാരം നേടണം എന്നുള്ള ഒരു മോഹമൊക്കെ ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ലൈഫിലാണെങ്കിലും വാശിയോടെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സണാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാത്തിലും മുന്നിലെത്തി എനിക്ക് സക്സസ് ആകണം എന്ന് ചിന്തിക്കുന്നു, പക്ഷെ ഒരിക്കലും മറ്റൊരാളുകൾക്ക് ഒരു ഉപദ്രവം ചെയ്തുകൊണ്ട് തനിക്ക് സക്സസ് ആകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല. തൻ്റെ ഒരു കഴിവ് കൊണ്ട് നന്നായി പ്രയത്നിച്ച് ജോലി ചെയ്ത് അല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് ആ ഒരു റിലേഷൻഷിപ്പിലായാലും ജോലിയിലായാലും എന്തിലായാലും സക്സസ്സിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതുവഴി മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഓക്കെ, അല്ലാതെ ആരെയും ചതിച്ചും പറ്റിച്ചും അങ്ങനെയൊന്നും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു വേദനയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ലാസ്റ്റ് കാർഡ് നമുക്ക് കാണാൻ വരുന്നത് 3 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ്. ഈ റീഡിങ്ങിൽ ഏറ്റവും ശക്തമായ ഫീലിങ്സ് ഉള്ള ഒരു കാർഡ് ഇതാണ്. അവരുടെ ഉള്ളിൽ വളരെയധികം ഒരു നിരാശ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വരുന്നുണ്ട്. ഒരു ഹൃദയവേദന, ഒരു പറയാത്ത ദുഃഖം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നു എന്തോ. ഇപ്പോഴും അവരുടെ മനസ്സിൽ ആ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു വേദന നിങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ മറ്റേതെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് നേരിട്ട് ഒരു വേദന ഉണ്ടായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ നേരിട്ടിട്ടുള്ള ഒരു വേദന, ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള വേദനയായിരിക്കും. എന്താണെങ്കിലും അത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രെഡിന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സന്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ അവർ വിശ്രമിക്കുകയും സ്വയം സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഹീലിംഗിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ഭാരങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഭാവിയെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുകൾ പൂർണ്ണമായിട്ടും അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷെ വികാരങ്ങളേക്കാൾ അവർ യുക്തിക്ക് മുൻഗണന നൽകുന്ന ഒരു സമയം കൂടിയാണിത്. ഒരു സ്ലോയിലും സൂക്ഷ്മമായിട്ടും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കാണുന്നുണ്ട്. ഉള്ളിൽ ഇപ്പോഴും ചില വേദനകൾ അവർ വഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സെപ്പറേഷന് പോയ വേദന കൂടി ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാർഡുകൾ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ഹീലിംഗ് ആൻഡ് അതുപോലെ തന്നെ ഇവാലുവേഷൻ ഫേസിലാണെന്നാണ്. അവരുടൻ പ്രവർത്തിക്കുകയോ വലിയ തീരുമാനങ്ങൾ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പകരം പഴയ സംഭവങ്ങളും ഫീലിങ്സുകളും ഭാവി സാധ്യതകളും ശാന്തമായി നിലനിർത്തി വിലയിരുത്തുകയാണ്. അപ്പൊ ഫീലിങ്സുകൾ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവർ ഹൃദയത്തെക്കാൾ ബുദ്ധിയെ കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു അവസ്ഥയാണ്. അന്ന് വെച്ചിട്ട് നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല നമുക്കിവിടെ മനസ്സിലാകുന്നത്. അവരെ കുറച്ചും കൂടെ ബുദ്ധി ഉപയോഗിച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു സോൾ മെസ്സേജസ് ഒന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ. ഓക്കെ, അവരുടെ സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനും ഇല്ലാത്തൊരു സ്നേഹമാണ് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ യു ആർ മൈ സോൾമേറ്റ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു സോൾമേറ്റ് ആണ് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ കാണുന്നു, സോൾമേറ്റ് ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. യു ഡോണ്ട് നീഡ് ടു ബി അഫ്രൈഡ്, ഐ എം ഓൾവേസ് ഹിയർ മൈ ഡിയർ, ഐ ലവ് യു സോ മച്ച്. ഓക്കെ, ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ എപ്പോഴും ഇവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഐ ലവ് യു സോ മച്ച് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്.
നെക്സ്റ്റ് സോൾ മെസ്സേജ് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐ ആം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. അപ്പം അവർ കുറെ സത്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഈ ഒരു സമയത്ത് റെഡിയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഓക്കെ, അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരുമിച്ച് ചേരും എന്നുള്ളൊരു കാര്യം അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ മിസ് യു എവറി ഡേ. ഓരോ ദിവസവും നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. യു ആർ മൈ ഹാർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് മൈ എവറിഥിങ്. ഓക്കെ, നിങ്ങൾ അവരുടെ ഹൃദയമാണ്, അതുപോലെ അവരുടെ സോളാണ്, അവരുടെ നിധിയാണ്, ഇന്നും നാളെയും ഇനി എന്നും എല്ലാം നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഗീവ് മീ അനദർ ചാൻസ്. എനിക്കൊരു ചാൻസ് കൂടി തരണം എന്ന് ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എത്ര സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. നമ്പർ 33 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ലെറ്റർ എഫ് കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ. ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours. ഓക്കെ, ഗോൾഡൻ കളർ. നമ്പർ 22. ടോക്കറ്റീവ്. മെയ് മന്ത് 1988, 2023, 1986, നമ്പർ 40, ഹെൽത്ത് ഇഷ്യൂസ്. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എസ് കിട്ടുന്നുണ്ട്. 1977 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത് കിട്ടുന്നുണ്ട്. എബ്രോഡ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 6 കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. യെസ് പോസിബിൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എം കിട്ടുന്നുണ്ട്. ലോങ് നെയിൽ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. പർപ്പിൾ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ കാണുന്നുണ്ടാവാം. റെഡ് കളർ. നമ്പർ 21, നമ്പർ 8, നമ്പർ 25. മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ഗവൺമെന്റ് സർവീസ്. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്ന വർഷം. ലെറ്റർ ജി, ലെറ്റർ ഐ. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ. തൃശ്ശൂർ ജില്ല എന്നുള്ള വ്യക്തികളാകാൻ ചാൻസസ് ഉണ്ട്, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. അതുപോലെ നമ്പർ 1 കിട്ടുന്നുണ്ട്. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. വയനാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹായ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.